എല്ലാവരും അല്ലെ കണ്ടേക്കുന്നത് നമ്മള് നേഴ്സുമാരെ പറ്റിയും അല്ലെ നേഴ്സിംഗ് ജോബിനെ പറ്റി മാത്രമാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അതിന്റെ കൂടെ ഹസ്ബൻഡ് വരികയാണെങ്കിൽ ഹസ്ബൻഡ് മിക്കവരും ഐ ടി ആണ്. നമ്മൾ കുറെ പേരെ കണ്ടില്ല. കുട്ടികളുടെ റൈറ്റിൽ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു നിയമം അത് കൊണ്ടുവരണം. ഇത് കണ്ടില്ലേ, ഇതിന്റെ സെന്ററിൽ ഒരു ലൈന് സെപ്പറേറ്റ് ലൈന് കാറുകൾക്ക് സ്പേസ് എന്തായാലും അവിടെ ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ അവിടെ അല്ലേ? ഇത്ര വീതേ ഉള്ളൂ. ഇതാണ് അതിന്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാടാ. ഇതാണ്ടാ അടിപൊളി അടിപൊളി വ്യൂ ആണ്. ഹലോ ഫ്രണ്ട്സ്, ഞാനേ ഇന്നിപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുറെ ദിവസങ്ങളായിട്ട് ഭയങ്കര മഴയും കാറ്റും തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ മാറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ന്യൂസിലാൻഡിലെ സീസൺ എന്ന് പറഞ്ഞ ഒരു 4 സീസണാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സമ്മർ, വിന്റർ, പിന്നെ ഓട്ടം അല്ലെ. അതിന് മുമ്പ് ഓട്ടം ഉണ്ട്. എന്റെ കൂടെ ജിയോ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ചോദിച്ചതാണ്ടോ. ഓട്ടം ഉണ്ട്. പിന്നെ ഇപ്പൊ സ്പ്രിംഗ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സ്പ്രിംഗ് ഇപ്പൊ വിന്റർ കഴിഞ്ഞ് സ്പ്രിംഗിലേക്ക് ഇങ്ങനെ കടന്നിട്ടുള്ളൂ. അപ്പൊ ഈ പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഏറ്റവും കൂടുതൽ സമയമാണിത് ന്യൂസിലാൻഡിലെ. അപ്പൊ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ ന്യൂസിലാൻഡിൽ കുറെ ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കേട്ടു. ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയും ഇവർക്കൊക്കെ വേണ്ടി ഞങ്ങളൊന്നൊരു ചെറിയ വീഡിയോ ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഞങ്ങൾ നടക്കണ വഴിക്ക് ഒരു ഏരിയ ഉണ്ട് ഞങ്ങളുടെ ഇവിടെ, നടക്കണ വഴിക്ക് നമുക്ക് സംസാരിച്ചു പോകാന്ന് വെച്ച് ഇറങ്ങിയതാണ്. അപ്പൊ ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ വർക്ക് ചെയ്യുന്നത് IT ബേസ്ഡ് ആണ്. അപ്പൊ IT-നെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ആരും തന്നെ പറയുന്നില്ല ഇവിടെ കേട്ടോ. കുറെ പേര് IT-യിൽ വർക്ക് ചെയ്യണവർ വരുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു പ്രയോജനമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതൊക്കെ. അപ്പൊ അല്ലാണ്ട് നേഴ്സസിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നേഴ്സസിനെ പറ്റി എല്ലാവരും വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ IT റിലേറ്റഡോ അതർ ജോബിനെ പറ്റി ഒന്നും ആരും തന്നെ ഒരു ഫോക്കസ് കൊടുക്കുന്നില്ല ഒരു വീഡിയോയിലും. അപ്പൊ അതിന് നമ്മളൊന്ന് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടോ, ഇപ്പൊ ഇവിടെ വന്നപ്പോ എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് വെച്ചിട്ട് ഞങ്ങളൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് പോണ വഴിക്ക് അങ്ങനെ സംസാരിച്ചു പോവാം. എന്റെ കൂടെ പോന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഷെവലിയറാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് നീങ്ങി കഴിയുമ്പോൾ ഒരു നല്ലൊരു ഏരിയ ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഹൈവേ ആണ്. ഈ പോകുന്നത് ഹൈവേ ആണ്. ഇതിന്റെ മുകളിൽ കൂടെ ഹൈവേ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇവിടെ മോട്ടോർ വേ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന്റെ മുകളിൽ കൂടെ പോകുന്നതാണ്. അപ്പൊ അതിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്ത് പെട്ടെന്ന് നിർത്താനൊന്നും പറയില്ല. എക്സിറ്റ് എടുത്ത് പോകേണ്ട വരും ഓരോ സ്ഥലത്തും. അങ്ങനത്തെ ഒരു മോട്ടോർ വേ ആണിത്. അപ്പൊ അതിന്റെ താഴെ കൂടെ ചെറിയ ഓരോ കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ വഴിയിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഓരോ ബ്രിഡ്ജുകളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാനിട്ടോ. ഇപ്പൊ നമുക്ക് പോണ വഴിക്ക് അതിന്റെ കൂടെ ചേർന്നാണ് നമ്മളിന്ന് വാക്ക് ചെയ്ത് പോകുന്നത്. ഒരു വാക്കിങ്ങിനായിട്ടുള്ള ഒക്കെ നല്ല ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതാണ് ഒരു പ്രത്യേകത. നമുക്ക് വാക്കിങ്ങിനും പിന്നെ സൈക്ലിംഗ് ചെയ്യുന്നതിനും വേണ്ടി വേറെ ട്രാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ഭയങ്കര ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ ആ ട്രാക്കിലൊന്നും നമുക്ക് കയറി വണ്ടി ഓടിക്കാനൊന്നും പാടില്ല. അപ്പൊ നമ്മളിത് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് കണ്ടില്ല, നല്ല ഭംഗിയുള്ള ഒരു വഴിയാണ്. ശരിക്കും പറഞ്ഞ ഒരു കാടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ഫീൽ ഉണ്ട് അല്ലേ ചെയ്യാം. നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കണ്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റോഡാണ് കേട്ടോ. ഇത് അതിന്റെ മുകളിൽ കൂടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മുകളിൽ കൂടെ പോകുന്നതാണ് കേട്ടോ മോട്ടോർ വേ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നടക്കാണ്. ഈ വഴി നമ്മൾ പോയിട്ടില്ല അല്ലെ. ഇവിടെ ഈ റൂട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആണ്. ഞങ്ങളിത് അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തു. നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് ചെയ്തിടുവാണെങ്കിൽ എന്ത് ഭംഗിയുണ്ടല്ലോ. ശരിയാണ്. ഓരോ നടക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും ഇപ്പൊ മറ്റേ മോട്ടോർ വേ ഒക്കെ ആണെങ്കിലും കറക്റ്റ് ആയിട്ട് അവര് ഫെൻസ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാലേ ഇവിടെ ഡ്രൈവ് ചെയ്യണവർക്കും അല്ലെ അതെ ഒരു പ്രത്യേകത ഉണ്ട്. ഡ്രൈവ് ചെയ്യുന്നതാണെങ്കിൽ ഇവര് ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നതാണ്. അതെ. പിന്നെ അതല്ല, ഡ്രൈവ് ചെയ്യുന്നവരെ ഭയങ്കരമായിട്ട് എന്നാ വെച്ചാ ഒരു നിർത്തി അല്ലെ, ഒരാൾ ക്രോസ് ചെയ്യണമെങ്കിൽ അവര് നിർത്തി തരും. അവര് ഇടിച്ചിട്ട് പോകുന്നില്ല. നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് കൾച്ചറും ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ ടോട്ടലി ഡിഫറെന്റ് ആണ്. പിന്നെ നമുക്ക് അവിടെ പോയാലും ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഞാനിവിടെ വന്നപ്പോഴത്തേക്കിനും ഒരു മാസം നമ്മൾ ഡ്രൈവിംഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മളവിടെ ചെയ്തതിന്റെ നമ്മൾ നാട്ടിലെ റാഷ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്ത് ഇവിടെ വന്നപ്പോ നമുക്ക് ഭയങ്കര ഒരു നിയമം പാലിച്ചു പോകേണ്ട ഒരു ചട്ടക്കൂട് ഇങ്ങനെ അയ്യോ നിർത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യാനുള്ള ഒരു ഫീൽ വരികയാണ്. നമുക്ക് സിറ്റി കൂടെ ഒക്കെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു 50 കിലോമീറ്റർ ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ട്രാവൽ ചെയ്യണം. അത് ആദ്യത്തെ കുറച്ച് നാൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വൺസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സുഖം ഇവിടെ വണ്ടി ഓടിക്കുന്നത്. ആ 50 കിലോമീറ്ററിൽ പിടിച്ചു പോകാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതെ 49, 50, 53 അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞ വിഷയമാണ്. അതെ ഞങ്ങളിത് ഈ ഒരു ക്രോസ് ചെയ്യണ റോഡിന്റെ ക്രോസിങ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ ഇതിനും സിമ്പിൾ അല്ലെ, എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത് ശരിക്കും
ഇവിടെ വേറൊരു പ്രത്യേകത നമുക്ക് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ആട്ടെ ഒരു വേസ്റ്റ് ആട്ടെ ഒന്നും നമുക്ക് കാണാൻ എത്രയോ ആൾക്കാർ വെള്ളക്കൾ നടക്കുന്നതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇട്ടേക്കണ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യും. അതെ, ഇതാണ്ടാ, ഇത് ഓൺലി ഇതേ സൈക്കിളും അല്ലെ നടക്കാനുള്ള ഏരിയ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് കൂടെ വണ്ടിയോ ബൈക്ക് എന്തെങ്കിലും കയറ്റി കൊണ്ടുപോയി അപ്പൊ തന്നെ ഫൈൻ ആണല്ലേ. അതെ, ഇതിലെക്കൂടെ ഇതിലെല്ലാം വേ കൊടുത്തേക്കണ്ടാണ്ട് ഓരോ സ്ഥലത്തേക്ക് കയറിപ്പോകാനുള്ള ഇതേപോലെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതാണ് പിന്നെ ഓരോ ഇത് തന്നെ ഇതുണ്ടോ നമുക്ക് ഇതേപോലെ മാർക്കിംഗ് നമ്മുടെ നാട്ടിൽ ഇതേപോലെ 150 മീറ്റർ കണ്ടോ കറക്റ്റ് എല്ലാ മാർക്കിങ്ങും എല്ലാ കാര്യവും. നമ്മുടെ നാട്ടിലെ കോർപ്പറേഷനൊക്കെ എന്താ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അല്ല ഞാൻ അതിനെ കുറ്റമൊന്നും പറയാനുള്ള, അത് നമ്മുടെ ഒരു അവിടുത്തെ ഒരു നമ്മുടെ നാട്ടിലെ സിസ്റ്റം കുറച്ച് മാറ്റാണ്ട്. ഒരുപാട് ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് മന്ത്രിമാര് ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് അല്ലെ. ഇതൊക്കെ കാണുമ്പോ കുറച്ചെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതില് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കടന്നു പോകാൻ പറ്റും. അപ്പൊ നമ്മള് ഇതൊക്കെ ഈസി ആയിട്ട് കൊണ്ടുവരാവുന്ന കാര്യം അല്ലെ. അതെ അതെ, ഇതൊന്നും നാട്ടിൽ സിസ്റ്റം ഇല്ല. ഇല്ല ഉണ്ട്, ഇല്ല. ഇപ്പൊ ആൾക്കാർ അങ്ങോട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ ഇവിടെ വെയിറ്റ് ചെയ്തോളണം. അല്ലാതെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കും ഫൈനാണ്. അതെ അതെ, നമ്മൾ ഇടിച്ചിട്ടാലും അത് പ്രശ്നമാണ്. മോട്ടോർവേന്ന് വരുന്ന ഒരു എക്സിറ്റ് ആണ് ഇത്. അപ്പൊ ആ എക്സിറ്റിന്റെ അവിടെ കൊടുത്തേക്കുന്നതാണ് ഈ ഒരു ട്രാഫിക് സിഗ്നൽ. ഇപ്പൊ അത് ഗ്രീൻ ആവുമ്പോ നമുക്ക് പാസ് ചെയ്യണം. ഇനി അവിടെ നിന്ന് പാസ് ചെയ്തിട്ട് വേണം അപ്പുറത്തല്ലേ അടുത്ത ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും ഇത്ര വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ല ആൾക്കാർക്ക്. അതെ, നമ്മുടെ ടൈം ആയി. ഇതാണ് ഇനി അടുത്ത ഒരു ബട്ടണിലേക്ക് ഞാൻ പ്രസ് ചെയ്യാണ്. പ്രസ് ചെയ്ത് ഇനി വെയിറ്റ് ചെയ്യണം. കേട്ടോ, അവിടെ റെഡ് ആണ്. ഇനി നമുക്ക് ഇത് ക്രോസ് ചെയ്തിട്ട് നമുക്ക് സംസാരിച്ചോ. ഓക്കെ, ഇതാണ്ട ഇതിന്റെ മോളിക്കോടെ എത്ര ഹൈറ്റിലുണ്ട്. ഇത് ഇവിടെ നോക്കി ഭയങ്കര ഹൈറ്റിലാണ് മറ്റേ മോട്ടോർവേ പോകുന്നത്. ഇതുണ്ട് ഇതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, നല്ല സ്റ്റൈലായിട്ട് ചെയ്തേക്കണം കേട്ടോ. ഈ സ്ട്രക്ചർ തന്നെ അല്ലേ അടിപൊളി അല്ല, എന്ത് ഭംഗിയായിട്ട് ചെയ്തേക്കണം അല്ലെ ഈ ഒരു ഏരിയ. നമ്മുടെ അവിടെ സ്ഥലത്തിന്റെ പരിമിതി ഉണ്ട് കേട്ടോ നാട്ടിലൊക്കെ. അപ്പൊ അത് ഉള്ള സ്ഥലത്ത് എന്തെങ്കിലും ഒരു അല്ലെ വൃത്തിയായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയും മന്ത്രിമാര് വിസിറ്റ് ചെയ്തിട്ടും അല്ലെ കൊറേയൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ആ ബസ്സുകൾക്കും ഇതൊക്കെ വന്നാണല്ലോ. നമ്മുടെ റോഡുകൾക്കും ഇതിനെല്ലാം ഒരു ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ട സമയം കഴിഞ്ഞു. കൊറേയൊക്കെ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ എറണാകുളം എടപ്പള്ളി അല്ലെ, എടപ്പള്ളി ടൗണില് ഇതുപോലെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് കടന്നു പോകുന്നതിന് ഒരു ട്രാക്ക് കൊടുക്കാം. ഇത് കണ്ടില്ലേ, റൈറ്റിലേക്ക് തിരിയാൻ വേണ്ടി ഒരു ട്രാക്ക് ഇട്ട് കൊടുക്കാം. ശരിയല്ലേ? എടപ്പള്ളി ജംഗ്ഷനില് സുഖമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. നല്ല വീതിയുള്ള ഒരു ഏരിയ അവിടെ. ഇപ്പൊ റൈറ്റിലേക്ക് തിരിയാനുള്ള വണ്ടികൾ റൈറ്റിൽ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അവര് നിയമം അത് കൊണ്ടുവരണം. ഇത് കണ്ടില്ലേ, ഇതിന്റെ സെന്ററില് ഒരു ലൈന് സെപ്പറേറ്റ് ലൈന് കാറുകൾക്ക് സ്പേസ് എന്തായാലും അവിടെ ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ അവിടെ അല്ലേ. വീതിയേ ഉള്ളൂ. റൈറ്റിലേക്ക് തിരിയാണ്. സ്ട്രെയിറ്റ് പോകാനുള്ള വണ്ടികൾക്ക് ഒന്നും അത് തടസ്സമില്ല. അത് സ്ട്രെയിറ്റ് പോകുന്ന വേ ആണ്. ആ സ്ട്രെയിറ്റ് പോകുന്ന വേന്ന് ആരെങ്കിലും തിരിയേണ്ടത് നോക്കി. ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം കേട്ടോ. ഇത് കണ്ടെങ്കിലും പഠിച്ച് അല്ലെ കുറച്ചൊക്കെ മാറ്റങ്ങൾ. ഈ ലൈനുകളാണ് നമ്മൾ ഏറ്റവും വിടേണ്ടത് ശരിക്കും റോഡില്. നമ്മുടെ നാട്ടില് ഈ മറ്റേ ഇതുണ്ടല്ലോ തൂണൊക്കെ ഫുള്ള് പോസ്റ്റർ ഇട്ട് വൃത്തികേടാക്കി വെക്കുന്നത്. ഇത് ചെയ്തേക്കുന്നത് ലൈറ്റ് വരും. എന്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ട്. ബാക്കിൽ ലൈറ്റ് രാത്രി ആകുമ്പോഴത്തേക്ക് നല്ല രസം കാണാം. ലൈറ്റ് കയറി വരും. ഞാൻ കാണാൻ എന്നത് കൂടെ പാസ് ചെയ്യുന്നതാണ് ഞാൻ. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങളിത് ഇതൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പൊ എത്തിയിട്ടോ. ഇതുണ്ടോ ഇതിന്റെ അടിയില് ഓരോ അല്ലെ എത്ര ക്രോസിംഗ് ആയി ഇപ്പൊ നമ്മള് അടുത്ത് വെയിറ്റ് ചെയ്യണം. 1 2 3 നാലാമത്തെ ക്രോസിംഗിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. ഹലോ, ഹായ് ബ്രോ. എന്താ ഭംഗിയല്ലേ, എല്ലാ ഡയറക്ഷനും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ. നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടെ എല്ലാം ചെയ്യാം അല്ലേ. നല്ല പ്ലാനിങ് ആണല്ലോ. ഇതിന് വേണ്ടി നമ്മൾ അപ്പുറത്തോട്ട് ചെല്ലും, ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാ. അതന്നെ ഓവർബ്രിഡ്ജ് ഒന്ന് നോക്കാം. ഇതിലെ സൈക്കിളും ആൾക്കാരും നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂ കണ്ടാ. ഇതാണ് അതിന്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാടാ. ഇതാണ്ടാ അടിപൊളി അടിപൊളി വ്യൂ ആണ് എന്തായാലും. അല്ലേ, നല്ല രസമല്ലേ, നല്ല ഭംഗി. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ സൈക്കിളൊക്കെ അടിച്ചു പൊളിച്ചാട്ടോ. അപ്പോ
ഇവിടുത്തെ പ്രശ്നങ്ങളല്ലേ കുറച്ചൊക്കെ. ഇപ്പൊ ഞങ്ങള് വന്നപ്പോ ഐ ടി ജോബിനെ പറ്റി തന്നെ ആദ്യം പറയാം. അപ്പൊ ജിയോ ആണെങ്കിൽ ക്ലൗഡ് അല്ലെ, ക്ലൗഡിലാണ് നോക്കുന്നത്. ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു പാർട്ട് ടൈം ജോലി അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ജോബ് അല്ലെ കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളുകൾ ഒരുപാട് അല്ലെ, നോക്കി ഞാൻ പറഞ്ഞു തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് ജോബോ പാർട്ട് ടൈം ജോബോ ഒരു ഫ്രീലാൻസ് ജോബ് കിട്ടണമെങ്കിൽ തന്നെ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അല്ലെ, ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് വന്നു വിടും. നാട്ടിൽ നിന്ന് മാത്രമല്ല ഒരുപാട് കൺട്രികളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അല്ലെ കണ്ടേക്കുന്നത് നമ്മള് നേഴ്സുമാരെ പറ്റിയും അല്ലെ നേഴ്സിംഗ് ജോബിനെ പറ്റി മാത്രമാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അതിന്റെ കൂടെ ഹസ്ബൻഡ് വരികയാണെങ്കിൽ ഹസ്ബൻഡ് മിക്കവരും ഐ ടി ആണ്, നമ്മൾ കുറെ പേരെ കണ്ടില്ല. അവർക്കെല്ലാം ഇതുവരെയായിട്ടും ജോലി കിട്ടിയിട്ടില്ല. കമ്പനികളുണ്ട് ഇഷ്ടംപോലെ, ഐ ടി കമ്പനികൾ ഓക്ലാൻഡിൽ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഓപ്പണിംഗ്സും കാണിക്കുന്നുണ്ട്, ഒരുപാട് ഓപ്പണിംഗ്സ് ലിങ്ക്ഡിനിൽ ഓപ്പണിംഗ്സ് കാണിക്കുന്നുണ്ട്. നമ്മുടെ സീക്കാണ് ഇൻഡീഡിലും ഉണ്ട്. ഞാനൊക്കെ സീക്കിൽ അയച്ച് ഞാനൊരു ദിവസം ഒരു 10 ആപ്ലിക്കേഷനിൽ മുകളിൽ ഞാൻ സീക്കിൽ അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും UX ഡിസൈനർ ആണ്. എനിക്ക് ഇത്രയും അയച്ചിട്ട് നമുക്കൊരു റെസ്പോണ്ട് കിട്ടുന്നില്ല. നമുക്ക് നാട്ടിലേക്ക് ആണെങ്കിൽ അല്ലെ എന്തൊരു വിളി തന്നെ. ഇവിടെ അതാണ് ഏറ്റവും പ്രശ്നമായിട്ടിരിക്കുന്നത്. ഒരു ഇന്റർവ്യൂസ് പോലും അങ്ങനെ ഇത്രയും ആപ്ലിക്കേഷൻ വരുന്നില്ല. അപ്പൊ എന്റെ മാത്രമല്ല, ഒരു ഡിസൈനർ ഇത് മാത്രമല്ല, ഞങ്ങളുടെ ഓപ്പണിംഗ് ഒരുപാടുണ്ട്, UX ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. പക്ഷെ ഒരെണ്ണം പോലും കിട്ടുന്നില്ല. ആൾക്കാർക്ക് കിട്ടിയവരെ പറ്റി നമ്മള് കിട്ടുന്നവരുണ്ടാവും, പക്ഷെ നമുക്ക് ഇതുവരെ അങ്ങനെ വിളിയോ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഞാൻ അവസ്ഥ ഇതാണോ അറിയില്ല. അതെ. ഇപ്പൊ എല്ലായിടത്തും ഈ വേക്കൻസി പറഞ്ഞ് കാണിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ചെല്ലുമ്പോ ഇപ്പൊ കറന്റ് അല്ലെ നമ്മുടെ ഡൊമൈനുള്ള ഒരു ജോബ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. അല്ലാതെ നമുക്ക് നമുക്ക് പാർട്ട് ടൈം ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. അതെ. നമ്മുടെ ഇതില് മറ്റേ സൈഡ് കിക്കർ വഴിയൊക്കെ ഇഷ്ടംപോലെ. പക്ഷെ സൈഡ് കിക്കർ എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഞാൻ പറയണേ അതിനെപ്പറ്റി ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഇവിടെ സൈഡ് കിക്കർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ അതിൽ നിറച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഫീലായി ഇതെന്നാ ചെയ്ത് കിട്ടാൻ. ഇത് അത് ആ ആപ്ലിക്കേഷൻ നമ്മളിങ്ങനെ നോക്കിയിരിക്കണം, റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. പെട്ടെന്ന് അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഞാനത് പോയിട്ടുണ്ടായിരുന്നു സൈഡ് കിക്കറിന് കുറച്ച് നാൾ. അപ്പൊ ആദ്യം നമ്മൾ വരുമ്പോ ഒരു ജോലിയും കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലേക്ക് പോകുന്ന സൈക്കിൾ ഇങ്ങനെ പോകുന്നുണ്ട് നല്ല സ്പീഡിലേ. നമുക്ക് അതാണ് വിഷയം. അപ്പൊ സൈക്കിൾ ഒന്ന് തട്ടിക്കൊണ്ട് പോയി ചിലപ്പോൾ ഇത് സ്പീഡിലൊരു പോണല്ലേ. അപ്പൊ സൈഡ് കിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് കിക്കർ ഇവിടുത്തെ ഒരു കാഷ്വൽ ജോബ് കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് പ്രതീക്ഷിച്ചിട്ട് മാത്രം നാട്ടിൽ നിന്ന് കയറി വരുന്നത്. ഇവിടെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഉപകാരപ്പെടും. നാട്ടിൽ നിന്ന് കയറി വന്നാൽ അതിലും ജോലികള് കുറവാണ്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ സൈഡ് കിക്കർ 2-3 ദിവസം ഞാനൊരു ഷോപ്പിൽ പോയെന്ന് വെച്ചോ, എവിടെയെങ്കിലും പോയി എനിക്ക് വേറൊരു വർക്ക് കിട്ടി, ഒരു ഈവന്റിന് പോയി, ഈവന്റ് മാനേജ്മെന്റ് അതിനൊക്കെ സൈഡ് കിക്കറിൽ വരും കേട്ടോ. ഇപ്പൊ കാഫേ ഇപ്പൊ ഞാൻ 2 ദിവസം പോയി, അവരെ നല്ലോണം പരിചയമായി. അവര് പറയാണ് നാളെ ഇവിടെ ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ, അത് ഞാൻ സൈഡ് കിക്കറിൽ ഇടും, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറയും. അപ്പൊ ഞാനായിട്ടൊരു കണക്ഷൻ ആയി കഴിഞ്ഞാൽ അവിടെ അവനെ മാത്രമേ വിളിക്കുള്ളൂ. അതാണ് വിഷയം. പുതിയ ഒന്നും ആൾക്ക് കിട്ടില്ല. ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയുന്നത് ഒരെണ്ണം പോസ്റ്റ് ചെയ്യാണ്ടോ, നിങ്ങൾ അപ്പൊ തന്നെ അപ്ലൈ ചെയ്തോളാൻ പറയും. അപ്പൊ നമ്മൾ നോക്കിയിരിക്കണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ ഈ ഓണർമാര് ആരാണ് ഇടുന്നത് ആ മാനേജർമാര് അത് റിജക്ട് ചെയ്തിട്ട് മറ്റവനെ മാത്രം എടുക്കും, ഹയർ ചെയ്യും. അങ്ങനെ ഒരു വിഷയം അതിൽ സൈഡ് കിക്കറിലുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മറ്റേ വിസയുടെ ഒക്കെ പ്രശ്നമല്ല. വിസയുടെ ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞാണ് ചാർജൊക്കെ ഇരട്ടിയാക്കി ചിലതല്ലേ, ഒരുപാട് വ്യത്യാസം വന്നു. ശരിക്കും പറഞ്ഞ ജോലി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കിട്ടാൻ. നിങ്ങൾക്ക് നാട്ടിലൊരു ജോലി ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് വരരുത്. പല യൂട്യൂബേഴ്സും പല രീതിയിൽ പറയണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഭയങ്കര റിസ്ക് ആണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ വരാം അല്ലെ, നല്ല ഒരു സ്ട്രഗിൾ ചെയ്യാൻ ഒരു 6-7 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ബാക്കപ്പ് മണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ വന്ന് ജോലി തപ്പി കയറാൻ പറ്റും. പക്ഷെ അല്ലാതെ നമ്മൾ ബാക്കപ്പ് ഇല്ലാതെ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റെന്റ് അടയ്ക്കാൻ തന്നെ നമ്മൾ കുറച്ച് കഷ്ടം. പിന്നെ ബാക്കി ഗ്രോസറി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇവിടുത്തെ ടാക്സ് ജോലി കിട്ടിയാലും ടാക്സ് ഭയങ്കര ടാക്സ് ആണ് ഇവിടുത്തെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം വരാൻ. നമ്മൾക്ക് ഒരു നോർമൽ സ്റ്റാർട്ടിങ് ഇൻകം എന്ന് പറഞ്ഞാൽ $23.something ആണ് കിട്ടുന്നത്. ആ $23.something 17% ടാക്സ് പോകും.
സാധാരണ സ്റ്റാർട്ട് ചെയ്യണ ഒരു ജോലിയാട്ടോ ഞാൻ പറഞ്ഞ. ആ 70% പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെന്റ് അടയ്ക്കണം. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബെസ്റ്റ് സിംഗിൾ ആയിട്ട് വരിക, ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും ഫാമിലിനെ കൊണ്ടുവരിക. അപ്പത്തേക്കും നമ്മളൊന്ന് ജോലി ഒന്ന് ഓർഡർ ആവും. അതെ, അതുമല്ല നിങ്ങൾക്ക് ആരെങ്കിലും ഒരാള് ജോലി ആയിട്ടാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പറയാനിപ്പോ ജിയോയുടെ ഗസ്റ്റ് ആണെങ്കിൽ വൈഫ് ഓൾറെഡി പുള്ളിക്കാരത്തിക്ക് ഓഫർ കിട്ടിയതിന് ശേഷം മാത്രമാണ് പുള്ളിക്കാരത്തി നാട്ടിൽ നിന്ന് കയറി പോകുന്നത്. നാട്ടിൽ നിന്ന് പോകുന്നല്ലേ ഓഫർ കിട്ടിയ നാട്ടിന് വൈഫിന് ഓൾറെഡി ഒരു കൊല്ലം മുന്നേ ഓഫർ കിട്ടിയതാണ്. ഓഫർ കിട്ടി. ഈ ക്യാബിന് സീറ്റ് കിട്ടാൻ തന്നെ അന്ന് ബുദ്ധിമുട്ട്. അതെ, അതാണ് നമുക്ക് കുറച്ച് ഡിലേ വന്നത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്നാ നിങ്ങളെ ഇന്ത്യൻ ഇത് പറഞ്ഞ എംബസി വിട്ടേക്കുന്നത് തന്നെയായിരുന്നു. എംബസി വിട്ടേക്കുന്നത് നാട്ടിൽ നിന്ന് ആരും ഉള്ള ജോലി കളയില്. അത് തന്നെ. അപ്പം നാട്ടിലുള്ള ജോലി നിലനിർത്തുക. ഇവിടെ ഇപ്പൊ ജോലി കിട്ടാൻ എല്ലാം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നേഴ്സുമാർക്കാട്ടോ അത് പറഞ്ഞാണ്. എനിക്ക് ആ നേഴ്സിംഗിന്റെ ഇതിനെ പറ്റി ഒന്നും കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ് അപ്പൊ ജിയോട് ചോദിച്ചത്. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞാണല്ലോ. അതെ അതെ, അത് ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സ് അവര് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലും കറക്റ്റ് ആണ്, അത് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ആണ് അവര് പറയുന്നത് കറക്റ്റ് ആണ്. പിന്നെ ചിലവര് ചിലപ്പോ വീട്ടുണ്ടാവാം. ഞങ്ങളെല്ലാ യൂട്യൂബ് വീഡിയോ കാണാറില്ല. ചിലവര് പറയണുണ്ടാവും നല്ലതാണ്, ഓക്കെയാണ് അല്ലെ ഇവിടെ വരുമ്പോ നല്ല രീതിയിലൊക്കെ. നമുക്ക് നാട്ടിൽ കുറച്ച് ബാക്കപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ വന്ന് ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ടൈം 6 months മിനിമം 6 months എങ്കിലും കൊടുക്കണം. ഞാൻ ഇവിടുന്നാണ് പെട്രോളിന്റെ പ്രൈസ് ഉണ്ട്. ഇതില് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ റിവാർഡ് കാർഡ് വെച്ചപ്പോൾ എനിക്ക് കിട്ടുന്നല്ലേ $4 കുറഞ്ഞു കിട്ടി. നല്ല ഒരു പൈസ നമുക്ക് കുറഞ്ഞു കിട്ടും. നമുക്ക് ഇതേപോലെ പെട്രോൾ പമ്പുകളിലെല്ലാം ഇതേപോലെ ഓഫീസ് കാർഡുകൾ ഉണ്ടാവും. ആ കാർഡുകളെല്ലാം യൂസ് ചെയ്യണം. പിന്നെ മൊബൈലാണെങ്കിലും BP ആണെങ്കിലും എല്ലാവർക്കും ഓരോ ഡിസ്കൗണ്ട് കാർഡ്സ് ഉണ്ടാവും അവർക്ക്. അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു $5 $6 ഒക്കെ കുറഞ്ഞു കിട്ടും. ഞാൻ ഇന്നലെ ഇവിടുന്ന് അടിച്ച ഒരു $40 അടിച്ചിട്ട് $36 പേ ചെയ്യണ്ടോന്നുള്ളൂ. ഞാൻ $80 അടിച്ചിട്ട് എനിക്ക് 73 point something എനിക്ക് പേ ചെയ്യേണ്ടത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞതോളൂ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പൊ നിങ്ങള് വേറൊരു കേസൊന്നും പറഞ്ഞിട്ടില്ല. നാട്ടിൽ നിന്ന് കയറി വന്നാല് ആൾക്കാരോട് കുറെ ആൾക്കാർ പറയണ്ടേ ജോക്കിയുടെ മറ്റേ ഇത് മേടിച്ചുകൊണ്ടിരാ, തെർമല് മറ്റതൊക്കെ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ഒന്നും പറയാനുള്ളൂ. എന്നിട്ട് അതിനൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞല്ലേ. ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ മേടിക്കാവുന്നുള്ളൂ. കുറെയൊക്കെ ഡ്രസ്സുകളൊക്കെ കുറെയൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റിലുള്ള ഇവിടെ വന്നിട്ട് മേടിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. അതെ അതെ, അതായത് കുറെ സാധനങ്ങൾ വെയർ ഹൗസ് പിന്നെ Kmart അവിടെയൊക്കെ കുറച്ച് റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഈ സാധനം എല്ലാം കിട്ടും. ശരിക്കും പറഞ്ഞാലേ ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ യൂസ്ഫുൾ ആണ്. പക്ഷെ തണുപ്പിനൊന്നും അത്ര തണുപ്പിന്റെ ഡ്രസ്സുകൾ അല്ല, നമ്മൾ കാഷ്വൽ വെയർസ് ഒക്കെ നാട്ടിൽ നിന്ന് കുറച്ച് മേടിച്ചല്ലോ കുഴപ്പമില്ല നാട്ടിൽ. അല്ലാണ്ട് ഇവിടുത്തെ തണുപ്പിന്റെ ഡ്രസ്സുകളൊക്കെ ഇവിടെ വന്നു. പിന്നെ നിങ്ങൾ പേസ്റ്റ് ബ്രഷ് പേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നല്ല പേസ്റ്റും കിട്ടും ഇവിടെ. അതൊക്കെ വെറുതെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. പിന്നെ അതിൽ ആദ്യത്തെ ഒരു മാസം നിൽക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചവറ് മാതിരി നിങ്ങൾ കൊണ്ടുവരേണ്ട ഐറ്റംസ് ഒരു ലിസ്റ്റ്. ഞാൻ പറയാം, കൊണ്ടുവരേണ്ട സാധനങ്ങൾ വെച്ചാൽ നാട്ടിൽ നിന്ന് കിട്ടുന്ന നല്ല ശുദ്ധമായ പൊടികളുണ്ടാവും, കറികളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ കുറെ കൊണ്ടുവരുവാണെങ്കിൽ. അല്ലാണ്ട് കിച്ചൺ ഐറ്റംസ് കുറെയൊക്കെ കൊണ്ടുവരിക. അല്ല ഡ്രസ് ഐറ്റംസ് ഒരുപാട് പാത്രങ്ങള് അതൊക്കെ പറയണ കറക്റ്റ് ആണ്. ഇപ്പൊ കുക്കർ കിട്ടൂട്ടോ. ഇന്ത്യൻ സ്റ്റോറിലുണ്ട്. ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും ഇതൊക്കെ. അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഇത്ര റേറ്റ് ഉള്ളു. അപ്പൊ നാട്ടിൽ നിന്ന് ശരിക്കും കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. വേറെ പ്രത്യേകിച്ച് പ്രശ്നം ഇതൊന്നും ഇല്ല. അപ്പൊ ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജോബിന്റെ പ്രശ്നം. എല്ലാവരും തലവേദനയായിട്ട് നടക്കുന്ന ജോബിന്റെ പ്രശ്നം. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരുപാട് കൺട്രിയിൽ നിന്ന് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു മാക്സിമം നാട്ടിൽ ഇരുന്നുകൊണ്ട് അപ്ലൈ ചെയ്യുക. മാക്സിമം ഇവിടെ വിസ വന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഇരുന്ന് മാക്സിമം ജോലിക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ഉണ്ടോ? അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിലായിരിക്കും ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ അവിടുന്ന് ഓഫർ ലെറ്റർ ഒക്കെ കിട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഫാമിലിയൊക്കെ നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഹസ്ബൻഡ്മാരൊക്കെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇന്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് വിസ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഇപ്പൊ നമ്മുടെ വിസയുടെ ഇത് ചിലപ്പോ നമുക്ക് അവിടെ നിന്ന് അടിച്ചിട്ടൊന്നും അല്ലെ 1 year വിസയൊക്കെ കിട്ടണമെങ്കിൽ ചിലപ്പോ നമുക്ക് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ PR-നൊക്കെ ആണെങ്കിൽ PR ഉള്ളതാണ്. ഇവിടെ ഡയറക്റ്റ് PR കൊടുക്കുന്നില്ല. അതൊരു വേറെ വിഷയം. ഓസ്ട്രേലിയ ആണെങ്കിൽ ഓക്കെ.
ഇവിടെ ഡയറക്റ്റ് പി ആർ ഇല്ല, അതില്ലാന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് നേഴ്സുമാർക്ക് ഡയറക്റ്റ് പി ആർ ഉണ്ട്. നേഴ്സുമാർക്ക് ഡയറക്റ്റ് വേറെ കുറച്ച് ജോബ് കാറ്റഗറീസ് ഉണ്ട്, അവർക്ക് ഡയറക്റ്റ് ജോലി കിട്ടിയാലുള്ളൂ. അത് ജോലി കിട്ടണ്ട ഇവിടെ. ജോലി കിട്ടിയ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ജോലിക്ക് മുമ്പ് വിസ കിട്ടുള്ളൂ ആദ്യം. അപ്പൊ അങ്ങനെ ഒരു വിഷയങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ടല്ലേ ഒക്കെ വരിക, നല്ല സന്തോഷിച്ച് ജീവിക്കുക, ഒരു കുഴപ്പമില്ല. അടിപൊളി രാജ്യമാണ്, അടിപൊളി രാജ്യമാണ്, രാജ്യമൊക്കെ അടിപൊളിയാണ്. പക്ഷെ ആകെ ഒരു വിഷയം, ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു ഡിസംബർ ജനുവരി ഒക്കെ കഴിയുമ്പോ മൂവ് ചെയ്യുന്നതാണ്. പക്ഷെ അതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞ് ജൂലൈ ഓഗസ്റ്റിൽ ഓക്കെ ആവുന്നതാണ്. അതൊന്നും ആയിട്ടില്ല. അപ്പൊ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല. പിന്നെ പ്രശ്നത്തിൽ കിടന്ന് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നാട്ടിൽ നല്ല ജോലി ഉണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടോ. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ അടുത്തൊരു വീഡിയോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം അതിന് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റ് ആണ്. നിങ്ങൾ വേറെ യൂട്യൂബേഴ്സ് ഒരുപാട് ചെയ്യുന്നുണ്ടാവാം. നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ജോലി കളഞ്ഞിട്ട് ഓടി കിതച്ചിങ്ങോട്ട് വരരുത്. ആരെങ്കിലും ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല ജോലി ഉണ്ടെങ്കിൽ കേട്ടോ. ഇവിടെ ഒരുപാട് സ്ട്രഗിൾ ആണ്, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ജോലിക്കാണ് ഏറ്റവും പ്രശ്നങ്ങൾ. ഒരുപാട് ആൾക്കാർ വന്ന് ജോലികൾ തേടുന്നുണ്ട്, ഞങ്ങളോട് ചോദിക്കാറുണ്ട് എവിടെയെങ്കിലും ഇതുണ്ടോ, പിന്നെ പാർട്ട് ടൈം ജോലി കിട്ടാൻ വല്ലതും ഉണ്ടോ. ഒരു സ്ഥലത്തും ഒഴിവുകളില്ല, പ്രശ്നങ്ങളുണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ ജോലി കിട്ടാൻ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നൈസ് ഡേ.